അപ്പൊ ട്രെൻഡുകളിപ്പം നല്ല ട്രെൻഡുകളുമുണ്ട്, ചീത്ത ട്രെൻഡുകളുണ്ട്. പിന്നെ വെറുതെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ നമ്മുടെ പാലും വെള്ളം പോലത്തെ വളരെ ന്യൂട്രൽ ട്രെൻഡുകളുമുണ്ട്. പക്ഷേ ഈ ഒരു റീസെന്റ്ലി ഇപ്പം കഴിഞ്ഞ 2, 3 ആഴ്ചയായിട്ട് ഭയങ്കരായിട്ട് നമ്മുടെ നാട്ടിലല്ല, ഇന്റർനാഷണലിൽ കത്തി കേറിയേക്കുന്ന ഒരു ട്രെൻഡാണ് നമ്മുടെ ഗിബിലി ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഗിബ്ലി ട്രെൻഡെന്ന് മിക്കവാറും എല്ലാവർക്കും ഈ സമയമായതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ എഐ വെച്ച് ഗിബ്ലി സ്റ്റൈലിൽ ഇമേജസ് ഉണ്ടാക്കിയതിനെ ഗിബ്ലിയുടെ സ്റ്റൈൽ ഉണ്ടാക്കിയ ക്രിയേറ്റർ നമ്മുടെ മിയാസാക്കി സാൻ. ജപ്പാനിലെ വലിയ ഫേമസ് ആർട്ടിസ്റ്റ് ഡയറക്ടറും സ്റ്റോറി റൈറ്ററൊക്കെയാണ്. അപ്പോൾ പുള്ളി അതിനെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തൊരു കാര്യം പറഞ്ഞു. ഇത് ഞാൻ ഒട്ടും അംഗീകരിക്കുന്നില്ല. എൻ്റെ ട്രെൻഡ് ഒരു ലൈനും കൊണ്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കഴിവുകളെ റിപ്പ് ഓഫ് ചെയ്തു എന്നുള്ളൊരു രീതിയിലായിപ്പോയി എന്നും പറഞ്ഞൊരു പുള്ളി ഒരു കമന്റ് പറഞ്ഞ് തന്നെ തുടങ്ങിയാണ് ട്രെൻഡ് ശരിക്കും തുടങ്ങിയത്. അപ്പൊ അതിന്റകത്ത് കാര്യമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പരിധി വരെ കാര്യമുണ്ട്. കാരണം പുള്ളിക്ക് പറയാനുള്ള യോഗ്യതയുണ്ട്. പുള്ളിയെ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന മനുഷ്യനാ. ആനിമെ പ്രത്യേകിച്ച് നല്ല ആനിമെ ക്രിയേറ്റേഴ്സിനൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. കാരണം അതൊരു ഒരു ടാലന്റ് തന്നെയാണ് ആനിമെ ഉണ്ടാക്കുക എന്നുള്ളത്. പുള്ളി ആനിമെ മാത്രമല്ല, പുള്ളി സ്വന്തമായിട്ടുള്ള ഒരു ആർട്ട് ഫോം, ഒരു ആനിമേഷൻ സ്റ്റൈൽ വരെ ഉണ്ടാക്കിയെടുത്ത മനുഷ്യനാണ് മിയാസാക്കി സാൻ. നിങ്ങൾ ആ സ്പിരിറ്റഡ് അവേ പുള്ളിയുടെ സിനിമ സ്പിരിറ്റഡ് അവേ സിനിമ കണ്ടിട്ടില്ലേ അല്ല ആ ഒരു സിനിമ സിനിമ തന്നെയാണ്. ആനിമെ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി കണ്ടോ. ഒക്കെ അടിപൊളി സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഈ ഒരു ലവ് സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റോറി ബേസ്ഡ് അനിമേനേക്കാളും കൂടുതൽ എനിക്ക് കുറച്ചുകൂടി നമുക്ക് ചെറിയ മനസ്സായോണ്ടാന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടി ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പറക്കുന്ന റോബോട്ടോ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആക്ഷനൊക്കെയുള്ള സംഭവം എനിക്കിഷ്ടം. അതിൻ്റകത്ത് ഷോണൻ സേൻ എന്നൊക്കെ പറഞ്ഞ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷോണെന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് കിഡ്സിനുള്ളതും സെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ഫീമെയിൽ കിഡ്സിനുള്ളതാണ്. ഇപ്പോൾ സ്പിരിറ്റഡ് അവേ ഒരു സെയിനിൻ അനിമയാണ്. എനിക്ക് കൂടുതലും ഷോണനാണ് ഇഷ്ടം. നമ്മുടെ വൺ പീസോ, നറൂട്ടോയോ, ഗണ്ടമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്കിഷ്ടം. അത് വേറൊരു ടോപ്പിക്. അത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെപ്പറ്റി. അപ്പോൾ മിയാസാക്കി സാൻ പറയുന്നത് പുള്ളി വർഷങ്ങൾ 10, 25 വർഷമൊക്കെ 25, 30 എത്ര വർഷം എനിക്കറിയാൻ പാടില്ല. ഒത്തിരി വർഷങ്ങളുണ്ട്. അത് വെച്ച് പുള്ളി ഉണ്ടാക്കിയെടുത്ത സ്റ്റൈലിൽ ഇങ്ങനെ റിപ്പ് ഓഫ് ഒരു കോപ്പി പോലെ എടുക്കുന്നത് ഡിസ്റെസ്പെക്റ്റ് ആണ്. പുള്ളി ഒരിക്കലും അത് യൂസ് ചെയ്യില്ല എന്ന് പുള്ളി പറഞ്ഞു. പുള്ളി അത് യൂസ് ചെയ്യേണ്ട ഒരു യാതൊരു ആവശ്യവുമില്ല. നമ്മളിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു നല്ല കാർപ്പൻറ്റർ, നല്ല രീതിയിൽ നല്ല വുഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന അത് മരപ്പണി അറിയാവുന്ന ഒരു പുള്ളി, നല്ല അടിപൊളി ശില്പമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പുള്ളി. പക്ഷേ പുള്ളി നമ്മുടെ ചിറ്റിക ഉളിയൊക്കെ ഉപയോഗിച്ചേ പുള്ളി സാധനങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ആ സെയിം സാധനം നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് പുള്ളി ഉണ്ടാക്കണേക്കാളും ഇൻട്രിക്കേറ്റ് ഡിസൈൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഹാൻഡും കൊണ്ട് കൈയും കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു അതിനൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി നമുക്ക് വർഷങ്ങളിലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പുള്ളി ആ ഒരു ലെവലിലേക്ക് എത്തിയത്. നമുക്ക് മെഷീൻ വെച്ചത് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അത് ആ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഒറിജിനാലിറ്റി, ഒരു യൂണിക്ക്നെസ് മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ഒരു സോൾ ഉണ്ടാവില്ല മെഷീനിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനത്തിന്. അതൊരു സത്യം. പക്ഷെ നമ്മള് ഭാവിയിലേക്ക് വരുമ്പോൾ ഈ സെയിം സെറ്റപ്പ് തന്നെ. നമ്മുടെ ഈ ആശാൻ ഈ ഈ ചിറ്റികയും ഉളിയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആശാനേക്കാളും മുമ്പ് പണ്ട്, അതിന് മുമ്പ് പുള്ളിയുടെ ആശാൻ ചിലപ്പോൾ വെറും മറ്റേ വേറെ എന്തെങ്കിലും രീതിയിൽ അതിലും പ്രാചീനമായിട്ടുള്ള വല്ല രീതിയിലും വെച്ചായിരിക്കും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതീന്ന് ഈ ആശാന്റെ രീതിയിലേക്ക് വന്നപ്പോൾ ഒരു വ്യത്യാസം വന്നപ്പോൾ പഴയ ആശാൻ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതാണ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മള് പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് പഴയ സാധനങ്ങളുടെ പക്ഷെ നമ്മള് പുതിയ സാധനം കണ്ടുപിടിക്കുന്നതുകൊണ്ട് പഴയതിന് ഒരിക്കലും നമ്മളൊരു കുറച്ചില് വരുന്നില്ല അയിന്റകത്ത്. അതാണ് എൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മോണോലിസ എടുത്താൽ മതി. മോണോലിസയുടെ പിക്ചർ വരച്ചിട്ട് വർഷങ്ങളായി. അതിൻ്റെ പിന്നെ നമ്മൾ മെഷീൻ വെച്ചിട്ട് അതിൻ്റെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇഷ്ടംപോലെ കോപ്പീസ് വേറെ ആർട്ടിസ്റ്റ് വരച്ചിട്ടുണ്ട്. എന്നാലും ആ പുതിയ കോപ്പികൾ ഏതേലും നമ്മൾ മറ്റേ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ? മോണോലിസയ്ക്ക് പകരം വെച്ചിട്ടുണ്ടോ? അതങ്ങനെ പകരം വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗിബ്ലി സ്റ്റൈലിന്റെ ഒറിജിനൽ മിയാസാക്കി സാനാണ്. അതിനിപ്പോ എത്ര എഐ വെച്ച് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും മിയാസാക്കി സാന്റെ ഒറിജിനൽ ഗിബ്ലി സ്റ്റൈൽ മിയാസാക്കി സാന്റെയാണ്. ഒറിജിനൽ സ്പിരിറ്റഡ് അവേ അല്ലെങ്കിൽ ഒറിജിനൽ ആനിമേഷൻ ഒരിക്കലും വേറൊരു കോപ്പി വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒറിജിനലിന്റെ വാല്യൂ ഉണ്ട്. കോപ്പികൾ വരുംതോറും പുതിയ പുതിയ എഐ വെച്ചുള്ള ഇഷ്ടംപോലെ ചവറുകണക്കിന് കോപ്പികൾ വരുന്തോറും ഒറിജിനലിന് വാല്യൂ കൂടുകയുള്ളൂ. അതിന്റെ വാല്യൂ ഒരിക്കലും കുറയില്ല. പിന്നെ നമ്മൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്. കാരണം എഐ വെച്ച് തൽക്കാലത്തെ എഐ വെച്ച് നമ്മൾ എത്ര സെറ്റപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലും നല്ല മിസ്റ്റേക്കുകളുണ്ട് എഐ ജനറേറ്റഡ് ഇമേജിൻ്റെ അകത്ത്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് വേറൊരു ആളെ വരച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ജനറേറ്റ് ചെയ്ത് തരും എഐ. അതിന് അതിനത്രയുള്ള ബുദ്ധിയേ ഉള്ളൂ എഐക്ക് തൽക്കാലത്തേക്ക്. ഭാവിയിൽ ചിലപ്പോൾ പക്കാ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരാം. പക്ഷെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതല്ല നല്ല കാര്യമല്ലേ അത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാധാരണക്കാരന് ഒരു ഇമേജ് ക്രിയേറ്റ് ഒരു ടൂൾ വെച്ച് സാധാരണക്കാരൻ ഒരു പേന വെച്ച് ഒരു പടം വരയ്ക്കണേക്കാളും സെറ്റപ്പായിട്ട് കഴിവുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് പേന വെച്ച് അതൊരു അടിപൊളി ഫോട്ടോ വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെയല്ലേ എഐയും വെച്ച്. എഐ ജസ്റ്റ് ഒരു ടൂളാണ്.
സാധാരണക്കാരൻ ഉണ്ടാക്കണതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് കഴിവുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പിന്നെ കുറെ ഉഡായിപ്പ് ആർട്ടിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ പെയിന്റ് വാരി പേപ്പറിലേക്ക് ഇട്ടിട്ട് മോഡേൺ ആർട്ട്. അതുപോലെ തന്നെ ഇന്നാളൊരെണ്ണം കണ്ടു. നമ്മള് ബക്കറ്റിന്റെ അകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ട് പൊക്കി പൊക്കി വെച്ചിട്ട് അടിയിലത്തെ തല്ലിപ്പൊട്ടിച്ചിട്ട് ബക്കറ്റ് നിലത്തേക്ക് വീഴും. ആർട്ട്. ഇതൊക്കെ എന്ത് കോപ്പിലെ ആർട്ടാന്ന് എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ ആർട്ടെന്ന് പറഞ്ഞോണ്ട് തലമണ്ട തല്ലി പൊട്ടിക്കണം. അപ്പൊ ഇമ്മാതിരി ഉഡായിപ്പ് ആർട്ടിസ്റ്റുകൾക്ക് എഐ വരുന്നത് പ്രശ്നമായിരിക്കും. കാരണം ഇവന്മാരുടെ ആർട്ടൊന്നും വിലയില്ലാതെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ളവര് ബഹളം വെക്കുന്നത് അവരുടെ അന്നം മുട്ടുന്ന സ്കാം ആർട്ടിസ്റ്റുകളുടെ അന്നം മുട്ടുന്നത് കൊണ്ടാ. അവരുടെ അന്നം മുട്ടിക്കോട്ടെ. ഇങ്ങനെയുള്ള ഉഡായിപ്പ് ആർട്ടിസ്റ്റുകളെ നമുക്ക് വേണ്ട. ആക്ച്വൽ ആർട്ടിസ്റ്റുകളെ മതി. അതുകൊണ്ട് അവരെ എന്ത് ബഹളം വെച്ചാലും നമ്മള് തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പൊ വേറെ ആർട്ടിസ്റ്റുകൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ ആലോചിച്ച് നോക്ക്. നമുക്ക് ഡിജിറ്റൽ ആർട്ട് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാം. ഡിജിറ്റൽ ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാ. നമുക്ക് എന്നും പറഞ്ഞ് നമ്മള് ഹാൻഡ് ഡ്രോൺ ആർട്ടിന് വില കുറയുന്നില്ല അതിന്റെ. ആക്ച്വൽ ഹാൻഡ് ഡ്രോൺ ആർട്ടിന് ഇപ്പളും നല്ല ആർട്ടാണെങ്കി ഇപ്പളും ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകള് ബില്യൺസും മില്യൺസും ഡോളറിനൊക്കെ ഹാൻഡ് ഡ്രോൺ ഫോട്ടോകളും ഇതൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പുതിയ ജനറേഷനായിട്ട് ഡിജിറ്റൽ ആർട്ട് വരുന്നത്. ഡിജിറ്റൽ ആർട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് പോകുമ്പോൾ ഓരോ സാധനത്തിൻ്റെ കണ്ണിൻ്റെ അകത്തൊക്കെ വേറെ ഇമേജ് വന്ന് അതൊക്കെ അടിപൊളി സാധനമല്ലേ. അതൊക്കെ നമുക്ക് കൈകൊണ്ട് വരയ്ക്കാൻ പറ്റില്ല അത്. അതിന് ഡിജിറ്റൽ ആർട്ട് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ അതിനും കുറച്ചുകൂടെ നമ്മളെ സഹായിക്കുന്ന കാര്യമായിട്ട് എഐ വരുള്ളൂ. എഐ വരുമ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ വൺ പീസ് മാങ്കനെ എടുത്തത്. വൺ പീസ് മാങ്കയുടെ നമ്മുടെ പുള്ളി ഭയങ്കര എഫേർട്ട് എടുത്ത് 2, 3 മണിക്കൂറൊക്കെ കിടന്നുറങ്ങിയാണ് പുള്ളി ഓരോ മാങ്കയും വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, ഇപ്പൊ ഈ മാങ്ങ വരയ്ക്കണ സമയത്ത് ഒരു എഐയുടെ സഹായം ഉണ്ടെങ്കിൽ, പുള്ളി മാങ്ങയുടെ പുതിയൊരു പാനലിൽ ഒരു റഫ് ഡ്രോയിങ് എടുക്കും. റഫ് ഡ്രോയിങ് എടുത്തിട്ട് എഐക്ക് കൊടുത്തിട്ട്, ഇത് എൻ്റെ ബാക്കിയുള്ള ഇതിനു മുമ്പ് വരച്ച പേജസ് വെച്ച് റെഫറൻസ് ചെയ്തതിൻ്റെ വരകൾ ഇതൊക്കെ കൂട്ടി മുട്ടിച്ച് ഒരു ഫുൾ ഇമേജ് ആക്കി എടുക്കാൻ പറയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഭാഗം റീക്രിയേറ്റ് ചെയ്യാൻ പറയുക. പുള്ളിയുടെ പണി കുറഞ്ഞ് കിട്ടുവല്ലേ ഉള്ളൂ. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പുതിയ ചാപ്റ്റേഴ്സ് ഇറക്കാൻ പറ്റും. അതുപോലെ തന്നെ ആനിമേഷൻ ആണെങ്കില് നമുക്കിപ്പോൾ ആനിമേഷൻ തന്നെ മാപ്പ സ്റ്റുഡിയോസിന്റെ ഒത്തിരി ന്യൂസ് കേട്ടിട്ടുണ്ട്. അവര് മാപ്പയില് ഭയങ്കര ഓവർ ടൈം ചെയ്ത് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നു. എഐ ഉണ്ടെങ്കിൽ എളുപ്പല്ലേ? ഒരു പാനലും എടുത്തിട്ട് ഇതിനിങ്ങനെ മൂവ് ചെയ്യണ പോലെ ബാക്കി ജനറേറ്റ് ചെയ്യാൻ എഐയോട് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ലേ? നമ്മുടെ പണി എളുപ്പമായില്ലേ? ഈ എഐ ഹെയ്റ്റ് ട്രെൻഡ് പോലെ എഐ മൊത്തം പ്രശ്നമാണ്. എഐ ഇപ്പം നമ്മളെ മൊത്തത്തോടെ പിടിച്ച് വിഴുങ്ങും. എഐ നമ്മളെ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയായിരുന്നു പണ്ട് നമ്മുടെ ഇന്റർനെറ്റ് വന്നപ്പളും. ഇന്റർനെറ്റ് വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എല്ലാവരുടെയും ജോലി തീരും. ഇന്റർനെറ്റ് മൊത്തം ജോലിയും കൊണ്ടുപോകും. ഇന്റർനെറ്റ് വന്നാൽ മൊത്തം പ്രശ്നമാവും. എല്ലാം ഭയങ്കര പ്രശ്നമാണ്. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇത് തന്നെയാണ് അതിന് മുമ്പേ. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവ. പുതിയ സാധനം വരുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് മനുഷ്യന്റെ അത് മനുഷ്യന്മാരല്ല, എല്ലാ ആനിമൽസിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ സർവൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും സംഭവം. കാരണം നമ്മളിപ്പോൾ പണ്ട് ഗുഹയിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തുനിന്നൊരു നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ജീവി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൊല്ലാനാണോ അത് നമ്മുടെ കൂടെ നിന്നത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അറിയാൻ പാടില്ലാത്ത സാധനത്തിനെ ചേഞ്ചിനെ എതിർക്കുക അല്ലെങ്കിൽ ഭയക്കുക എന്നുള്ളതൊരു നമ്മളെല്ലാവരും ആനിമൽസ് ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളൊരു സംഭവമാണ്. പക്ഷെ നമുക്ക് വിവേചന ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, തലച്ചോറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി സാധനങ്ങൾ, പുതിയ സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നോക്കുക. നല്ല സാധനമാണോ കൊള്ളില്ലാത്ത സാധനമാണോ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് കൊള്ളില്ലാത്ത സാധനമാണെങ്കിൽ ഉപേക്ഷിച്ചേക്കുക. നല്ല സാധനമാണെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ നല്ലത്. അങ്ങനെയല്ലേ നമ്മൾ ഇവോൾവ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ പുതിയ സാധനത്തിൽ ഒന്നിനും ട്രൈ ചെയ്യാൻ തയ്യാറായിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഗുഹയ്ക്കകത്ത് തീട്ടവും വരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടിരുന്നേനെ. അതിനേക്കാളും എന്തോ ബെറ്ററാ ഇപ്പോഴത്തെ ലൈഫ്. അപ്പൊ അത് ഞാനൊരു എഐ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതിന്റെ സൈഡായിട്ട് പറഞ്ഞു. പിന്നെ വേറൊരു സെക്ഷൻ എഐനെ എതിർക്കുന്ന ഒരു സെക്ഷന്റെ ആൾക്കാര് ഇപ്പളും പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വിയോൺ എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് ന്യൂസിനകത്തൊക്കെ കേട്ടു. ഈ ഗിബിലിക്ക് നമ്മൾ ഇമേജ് കൊടുത്ത് വലിയ പ്രശ്നമായി. അവരാ ഫോട്ടോയൊക്കെ എടുത്തിട്ട് എഐ മോഡലിനെ ട്രെയിൻ ചെയ്യും. നമ്മുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി ലീക്കാവും. ഏഹ് ഭയങ്കര വലിയ പ്രശ്നമായിട്ടാ പറയുന്നത്. എന്ത് തേങ്ങയാ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വർഷങ്ങളായിട്ട് നിങ്ങള് ഒരു ഫോണിൻ്റകത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഏതേലും ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിച്ച് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഡാറ്റ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. പിന്നെ എന്ത് ഇനി പുതിയ ഡാറ്റ പോകുന്ന? നമ്മള് ചോദിക്കട്ടെ, നമുക്കിപ്പോ നമുക്ക് എല്ലാ ദിവസവും ഫോണിൻ്റകത്ത് കോൾ വരും. നമ്മുടെ പേര് വെച്ചിട്ട് നമ്മുടെ നമ്പറിലേക്ക് കോൾ വരും. നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എലിജിബിൾ ആയിട്ടുണ്ട്. ഈ ഡാറ്റയൊക്കെ ഇവർക്ക് എവിടുന്നാ കിട്ടിയേ? നമ്മുടെ സർവ്വ ഡേറ്റയും എല്ലാ ഡേറ്റയും എല്ലാ കമ്പനിക്കാരും വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് കളിക്കുന്നതാ. നമ്മുടെ ഒരു ഡേറ്റയും നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല ഇന്റർനെറ്റ് ലോകത്തീന്ന്. ഇപ്പം നിങ്ങൾ ചാറ്റ് ജിപിടിയിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തെന്നും പറഞ്ഞ് യാതൊരു വ്യത്യാസവും വരാൻ പോണില്ല. ഇതിനേക്കാളും മുമ്പ് സർവ്വ ആവശ്യമുള്ള ഡേറ്റ എല്ലാ കമ്പനിക്കാരുടെ കയ്യിലുണ്ട്. പ്രൈവസി ഒക്കെ ചത്തിട്ട് വർഷങ്ങളായി. അതിനൊന്നും ഒരു അർത്ഥവുമില്ല പറയുന്നതില്. പിന്നെ എഐ മോഡൽ ഇവര് കൊടുക്കുന്ന ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യും. എഐ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഡാറ്റ വെച്ച് എഐനെ ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വായുന്ന് ഗ്രഹിച്ചെടുത്ത് എഐനെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഞാൻ പറയുന്ന ഈ ന്യൂസുകാര് ന്യൂസ് കിട്ടാത്തപ്പോൾ ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ
ഒരു ബോധവും ഇതിന്റെ പുറകിലുള്ള സംഭവംന്ന് പറയുന്നത് വെറുതെ എടുത്ത് വിളമ്പരുതെന്ന് എനിക്കൊരു അങ്ങനെ പറയാതിരിക്കായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ ന്യൂസുകാര് മസാല പുരട്ടി ഒരുത്തനെ തലക്കടിച്ച് കഴിഞ്ഞാൽ അത് ന്യൂസ് വരുമ്പത്തേനും അവന്റെ തലമണ്ട തല്ലി പൊളിച്ച് പൊട്ടി ചിതറിയെന്നൊക്കെ ആയിരിക്കും നാട്ടില് ന്യൂസ് വരുന്നത്. അമ്മാതിരി വെറൈറ്റി ന്യൂസുകാരാ നമ്മുടെ. പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ അത് എഐനെ എതിർക്കുന്നവര് ഭയങ്കരമായിട്ട് വലുതായിട്ട് പറയുന്നൊരു സംഭവാ. അതില് യാതൊരു കാര്യമില്ല. എന്തായാലും നമ്മുടെ ഡാറ്റയൊക്കെ പോയി. ഇനിയിപ്പോ പുതിയ ഡാറ്റ കൊടുത്തു അതൊന്നും സംഭവിക്കാൻ പാടില്ല. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് എഐനെ ഇതിലും വലിയ എഐനെ എതിർക്കുന്നവര് പറയുന്ന സ്ഥിരം ഡയലോഗാണ് നമ്മുടെ ടെർമിനേറ്ററും പണ്ട് കുറെ മെട്രിക്സ് സിനിമ കണ്ടിട്ട് എഐ വന്നപ്പോ എല്ലാരെയും വെടിവെച്ച് കൊന്നങ്ങ് വിഴുങ്ങി തിന്നുന്ന്. എന്റെ പൊന്നളിയാ എഐ മനുഷ്യനല്ല. ആൾക്കാരെ നമ്മളെക്കാളും വേറെ ഒരു രക്ഷപ്പെടുന്ന സാധനത്തിനെ തല്ലി കൊല്ലുന്നുള്ളത് മനുഷ്യന്റെ സ്വഭാവമാ. എഐ ലോജിക്കലി ചിന്തിക്കുന്ന ജീവിയാണ്. അങ്ങനെയാണെങ്കിൽ എഐ ഒരിക്കലും മനുഷ്യനെ കൊന്നിട്ട് യാതൊരു ഉപകാരവും ഇല്ലായിരിക്കും. അഥവാ ഇനി എഐക്ക് ഉപകാരം വരുന്ന ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന അവസ്ഥയെന്നുള്ളൂ. നമ്മളിപ്പോ നമ്മളുണ്ടാക്കിയ ഒരു സാധനത്തിന്റെ അടുത്ത് പോയി മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെങ്കി നമ്മള് മരിക്കാൻ വിധിക്കപ്പെട്ടവര്. അതാണ് എവല്യൂഷൻ. നമ്മള് ലോകം മൊത്തത്തിൽ അങ്ങനെ നടക്കുന്നത്. നമ്മളെന്തേലും ജീവികളെ കൊന്നിട്ടാ നമ്മളിപ്പോ മോളിൽ കേറിയേക്കണെ. അതുപോലെ ഇപ്പൊ എഐ വന്നിട്ട് നമ്മളെ കൊന്ന് തീർത്ത് മോളിൽ കേറാൻ പോവാണെങ്കി അത് വിധിയെന്ന് കണക്ക് കൂട്ടിയാ മതി. അല്ലാതെ എനിക്ക് പക്ഷെ അത് വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അതിലും കൂടുതൽ വരാൻ പോസിബിൾ ഉള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് സൈബർ പങ്ക് ആനിമെ കണ്ടിട്ടുള്ളവർക്കറിയാം. നമുക്കിങ്ങനെ ഒരു സൈബർനെറ്റിക് ബോഡിയൊക്കെ വന്നിട്ട് എഐ ഒരു നമ്മുടെ ഒരു ഡെയിലി കമ്പാനിയൻ പോലെ നമ്മളൊരു നെക്സ്റ്റ് ഹ്യൂമൻസ്ന്ന് കഴിഞ്ഞിട്ട് ഒരു എവല്യൂഷൻ പോലെ വരുന്നൊരു ഒരു സിറ്റുവേഷൻ വരാനാണ് കൂടുതലൂടെയും ചാൻസ്. അതാണ് ഞാൻ കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അതാ. അത് പറയാൻ പോയി കഴിഞ്ഞാൽ വലിയൊരു ടോപ്പിക്കാ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയില് എക്സ്പ്ലെയിൻ ചെയ്തൊരു സംഭവം പറഞ്ഞുതരാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാ. അപ്പൊ തൽക്കാലം ഈ ഗിബ്ലി ട്രെൻഡിൻ്റകത്ത് വന്നേക്കുന്ന ഒരു 2 ഒപ്പീനിയൻ ആയിട്ടാ. ഒന്ന് പറയുന്നത് എഐ ഉപയോഗിക്കുന്ന സെറ്റപ്പാണ്. അത് നല്ലതാണ്. അതിപ്പോ ആർട്ടിസ്റ്റുകൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല. ആർട്ടിസ്റ്റുകളോട് പോയി ചാവാൻ പറ എന്ന് പറഞ്ഞൊരു സൈഡുകാര്. പിന്നെ അപ്പുറത്തെ സൈഡുകാര് പറയുന്നത് ഞങ്ങൾക്ക് ആർട്ട് ഇങ്ങനെ മുതലെടുക്കണത് പറ്റില്ല. എഐ ഇതും ഭയങ്കര തെറ്റായ പരിപാടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു സൈഡ്. ഞാൻ പറയുന്നത് ഇങ്ങനെ 2 സൈഡായിട്ട് നിൽക്കേണ്ട ആവശ്യം എന്തിനാ? നമുക്കത് നല്ലതെടുത്തൂടെ 2 സൈഡീന്നും? എഐ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് ഗുണം വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന് കുറച്ചുകൂടെ ആർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് വരയ്ക്കാനും എനിക്ക് വലിയ കഴിവൊന്നുമില്ല വരയ്ക്കാനോ അല്ലെങ്കിൽ പാട്ടുണ്ടാക്കാനോ കഴിവില്ല. എഐ കൊണ്ട് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നിക്കഴിച്ച് എഐ വെച്ച് എനിക്ക് വരയ്ക്കാനും പാട്ടൊക്കെ ഉണ്ടാക്കാനും പറ്റിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ? അതുകൊണ്ടുണ്ടാവുന്ന ഗുണം ആർട്ടിസ്റ്റുകൾക്കുണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ കഴിവുള്ള ആർട്ടിസ്റ്റുകളുടെ കഴിവ് പുറത്തേക്ക് വരും. നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ എഐ ഭാവിയിൽ വന്നിട്ട് നിങ്ങളുടെ നല്ല സ്റ്റോറി ഉണ്ട് നിങ്ങളുടെ കയ്യില്. എഐ വെച്ച് നിങ്ങൾക്ക് തന്നെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ അല്ലേ വരുള്ളൂ ആർട്ടിസ്റ്റുകൾക്ക്. നല്ല പാട്ടുണ്ടാക്കാൻ പറ്റുന്നവന് പിന്നെ മറ്റു കാശുകൾ കൊടുത്ത് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എഐ വെച്ച് തന്നെ മ്യൂസിക്കിന്റെ ഒരു എല്ലാം എഐ വെച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് കുറച്ചുകൂടെ ഡോർസ് ഓപ്പൺ ആവല്ലേ ഉള്ളൂ ഇത്. അപ്പൊ നമ്മളിപ്പോ ഇതിങ്ങനെ ചിന്തിച്ചാ മതി. നമുക്കിപ്പോ കാറ് നമുക്ക് സാധാ ഇഷ്ടംപോലെ ചവറ് കണക്കിന് കാറ് നമ്മുടെ ടൊയോട്ടയുടെ വണ്ടിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആപ്പിള് ഹൈപ്പർ കാറുകൾക്ക് നമ്മുടെ ബുഗാട്ടിക്ക് അല്ലെങ്കിൽ പഗാണിക്കൊക്കെ അത്രയും വാല്യൂ വരുന്നത് അതിന്റെ ആ യുണീക്നെസ് അവരത്രയും ബെറ്റർ ആയിട്ട് ആ സാധനം ഉണ്ടാക്കുന്നത് കൊണ്ടാ. അതുപോലെ തന്നെ ആർട്ടിന്റെയും കാര്യം വരുള്ളൂ. എഐ വന്നൂന്ന് ഓർത്ത് ഒരു ആർട്ടിസ്റ്റുകളുടെ ആക്ച്വൽ കഴിവുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു കഴിവിനെയും അത് താത്തി കാണിക്കില്ല. ആർട്ടിസ്റ്റുകൾക്ക് ഇതൊരു തോൽവിയാവും. എല്ലാരും പറയണ ഈ എഐ വരുമ്പഴത്തേനും ആർട്ട് ഇല്ലാതാവും, ആർട്ടിസ്റ്റുകളുടെ ജോലി അങ്ങനെയല്ല. ഉഡായിപ്പ് ആർട്ടിസ്റ്റുകളുടെ ജോലി ഇല്ലാതെയാവും. പക്ഷേ ആക്ച്വൽ ആർട്ടിസ്റ്റുകൾക്ക്, ആക്ച്വൽ നല്ല ആർട്ടിസ്റ്റുകൾക്ക് ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അവരുടെ കഴിവ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി. അതിനിപ്പോ വേറെ ആരുടെയും സഹായം ഇല്ലാതെ അവർക്ക് തന്നെ പാട്ടാണേലും, ഇമേജസ് ആണേലും, എന്താണേലും, ഗെയിംസ് ആണേലും, ആനിമെ ആണേലും നിങ്ങൾ ആലോചിച്ച് നോക്ക് നമുക്കെല്ലാവർക്കും ആനിമെ ഭ്രാന്തന്മാർക്ക് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് ഗെയിം നല്ല ഐഡിയ ഉള്ള നമുക്കൊരു ഗെയിമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊരു അടിപൊളി ലോകമല്ലേ ഇത്. അത് നമ്മൾ വെറുക്കേണ്ട ഒരു ലോകമാണത്. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂച്ചർ എനിക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യാ. അതുകൊണ്ട് ഞാൻ എന്തായാലും മരിക്കുന്നവരെ എഐ എന്നെ വന്ന് വെടിവെച്ച് കൊന്ന് വിഴുങ്ങി തിന്നണ വരെ ഞാൻ എഐനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പണ്ട് തൊട്ടേ എഐയുടെ വലിയ സപ്പോർട്ടറാ. ഞാൻ പറഞ്ഞല്ലോ എഐ എന്നെ തട്ടുന്നവരെ അല്ലെങ്കിൽ എഐ പുതിയതായിട്ട് എൻ്റെ കൂടെ വന്ന് എനിക്കൊരു ഇപ്പൊ ഞാൻ നമ്മുടെ അയൺമാൻ്റെ അകത്തൊരു ജാർവിസ് പോലെ അസിസ്റ്റന്റ് വരുന്ന ഒരു സമയം വരെ അതൊക്കെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. 2 വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്തായാലും എഐനെ സപ്പോർട്ട് മരിക്കണ വരെ ഞാൻ എഐനെ എന്തായാലും സപ്പോർട്ട് ചെയ്യും.